കത്തോലിക്ക സഭയുടെ ഹൃദയഭാഗമായ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പള്ളികളിൽ ഒന്നാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ആൻഡ് അവിടെ ഞാൻ ഇത്തവണ കണ്ട 7 കാഴ്ചകളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ കണ്ടത് ഹോളി ഡോർ ആയിരുന്നു. റോമിൽ തന്നെ 4 ബസിലിക്കകളിലായിട്ടാണ് ഈ ഹോളി ഡോഴ്സ് ഉള്ളത്. ആൻഡ് ഒരെണ്ണം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഉള്ളത്. ഈ വാതിലുകൾ ജൂബിലി വർഷങ്ങളിൽ മാത്രം തുറക്കുകയും ഇതുവഴി കടന്നു പോകുന്ന വിശ്വാസികൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. ഒത്തിരിയധികം പിൽഗ്രിംസിനെ റോമിൽ കാണുകയും അവരെല്ലാം ഈ പ്രാർത്ഥനയോടെ ഹോളി ഡോഴ്സ് കടക്കുന്നത് കാണാൻ വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഹോളി ഡോർ കടന്നാലുടൻ വലതുവശത്ത് കാണുന്നത് പിയത്തയാണ്. ഇത് മൈക്കലാഞ്ചലോ വെറും 24 വയസ്സിൽ സൃഷ്ടിച്ചതാണ്. പിന്നീട് മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ കണ്ടത് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ കല്ലറയാണ്. സഭയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലെ മോസ്റ്റ് ബിലവഡ് മോഡേൺ പോപ്പാണ് വിശുദ്ധ ജോൺ പോൾ II. അതിനുശേഷം മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാര്യം കുമ്പസാരക്കൂടുകളും അതിൻ്റെ മുൻപിൽ കുമ്പസാരിക്കാൻ നിൽക്കുന്ന വിശ്വാസികളുമാണ്. ഹോളി ഡോർ വഴി കടക്കുന്ന ദണ്ഡവിമോചന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് പല വിശ്വാസികളും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുമ്പസാരിക്കാൻ നിൽക്കുന്നത്. ആയിരങ്ങളാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരു ദിവസം പല ഭാഷകളിലായി കുമ്പസാരിക്കുന്നത്. അടുത്തതായി ഞാൻ മുന്നോട്ട് പോയപ്പോൾ കണ്ടത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മെയിൻ ഓൾട്ടറാണ്. ഈ ഓൾട്ടർ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസ് ശ്ലീഹയുടെ കല്ലറയുടെ തൊട്ടുമേളിലായിട്ടാണ്. മാർപ്പാപ്പായ്ക്ക് മാത്രമേ ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് കുർബാന സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ കണ്ടത് സെയിൻറ്റ് പീറ്ററിൻ്റെ സ്റ്റാച്ചു ആണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സഭയുടെ ആദ്യ മാർപ്പാപ്പയാണ് പത്രോസ് ശ്ലീഹ. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുറത്തുള്ളതാണ് സ്വിസ് ആർമി. വളരെ കളർഫുൾ ആയിട്ടുള്ള യൂണിഫോമാണ് ഇവർക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആർമിയാണ് ഇവർ. ആൻഡ് ഇവരുടെ ദൗത്യം മാർപ്പാപ്പയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. As you can see, every corner of St. Peter's tells a story of faith, history and beauty.